ദൈവം ഒരു മനുഷ്യനെ വിളിക്കുകയാണ്, നീ പുറപ്പെടുക, ഞാൻ നിന്നെ കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് നീ പോകാം. അബ്രഹാം എന്ന മനുഷ്യൻ ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് യാത്ര പുറപ്പെട്ടു. ദൈവം എന്താണോ പറഞ്ഞത് അത് കേട്ട് യാത്ര പുറപ്പെട്ട് അബ്രഹാമിന്റെ യാത്ര നീണ്ടു പോകവേ അബ്രഹാമിനോട് 75-ാമത്തെ വയസ്സിൽ ഒരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം അനുസരിച്ച് അവൻ യാത്ര പോവുകയാണ്. വർഷങ്ങൾ നീണ്ടുപോയി. പിന്നീട് അബ്രഹാമിന്റെ ചരിത്രം നമുക്കറിയാം. ഒട്ടേറെ വർഷങ്ങൾ കാത്തിരുന്ന് മുൻപോട്ട് പോകുമ്പോൾ ദൈവം എന്തെല്ലാം വാഗ്ദാനങ്ങൾ അവനോട് പറഞ്ഞോ, ആ സമയത്ത് ഒത്തിരി പ്രതിസന്ധികൾ, രാജാക്കന്മാരടക്കം ഒത്തിരി പ്രതികൂലങ്ങൾ അവന് നേരിടേണ്ടി വന്നു. പക്ഷെ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ അവൻ വിട്ടിട്ട് പോയില്ല. തന്നോട് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനെന്നെണ്ണി. എബ്രായ ലേഖനത്തിൽ പറയുന്നു, എന്താണോ തന്നോട് വാഗ്ദത്തം പറഞ്ഞത് ആ വാഗ്ദത്തങ്ങളിൽ തന്റെ ദൈവം വിശ്വസ്തനെന്ന് അവൻ എണ്ണുകയാ. അവന്റെ വാഗ്ദത്തങ്ങൾ അവനോട് പറഞ്ഞതെല്ലാം ദൈവം നിവർത്തിച്ചു. അവനെ കുറിച്ച് നാം വായിക്കുന്നത് അവൻ ബഹുജാതികൾക്ക് പിതാവെന്നാണ്. തലമുറയില്ലാതെ ഭാരപ്പെട്ടവൻ ഇതാ നാളുകൾ കഴിഞ്ഞപ്പോൾ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ദൈവം അവനെ ബഹുജാതികൾക്ക് പിതാവാക്കി. ദൈവം അവനോട് പറഞ്ഞത് എന്താണ്? കടൽ തീരത്തിലെ മണൽ തരി പോലെ ഞാൻ നിനക്ക് മക്കളെ തരും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ നിനക്ക് മക്കളെ തരും. ഒരു തലമുറ പോലും ഇല്ലാത്തവൻ കേട്ട ദൂതാണത്. പക്ഷെ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത ആരുമില്ല. ചില വാഗ്ദാനങ്ങൾ, ചിലപ്പോൾ വേദനകൾ വരുമ്പോൾ, നിരാശകൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ചാരം മൂടുന്നത് പോലെ മൂടിപ്പോകാം. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അതിന്റെ മീതെ അടിക്കുമ്പോൾ നിങ്ങൾ കേട്ട ചില തിരുവെഴുത്തുകൾ, നിങ്ങൾ കേട്ട ചില വാഗ്ദത്തങ്ങൾ, നിങ്ങൾ കേട്ട ദൈവത്തിന്റെ ചില ശബ്ദങ്ങൾ ചാരം മൂടി പോകുന്നത് പോലെ അവിശ്വാസവും വേദനകളും നിരാശകളും ഒക്കെ വന്നത് മൂടിപ്പോയേക്കാം. അത് ചിലപ്പോൾ മറന്നുപോയേക്കാം. അത് കെട്ടുപോയെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ തിരുവചന പ്രകാരം അബ്രഹാമിനെ മുൻനിർത്തി പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്, അത് കെട്ടുപോയിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ഇന്ന് പകൽ ഈ വചനത്തിലൂടെ ഊതുമ്പോൾ അത് റിസീവ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ദൈവമേ അങ്ങയുടെ ആത്മാവിന്റെ കാറ്റ് എന്റെ മേൽ ഊതണമേ. എന്റെ വാഗ്ദത്തങ്ങൾ കെട്ടുപോയിട്ടില്ല. ആ ചാരം ഇന്ന് പകലത് പറന്ന് കനല് പോലെ മാറിക്കിടന്നത്, ചാരം മൂടിക്കിടന്നത് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അതിന്റെ മേലടിച്ച്, അതിന്റെ മീതി ഒരു കാറ്റായി അടിച്ച് ദൈവം സംസാരിച്ച ചില വാഗ്ദത്തങ്ങൾ മറ നീക്കി പുറത്തു വരും. ദൈവം ചിലത് വീണ്ടും ഉറപ്പിക്കാൻ പോവുകയാണ്.